ഞങ്ങൾ 2 ദിവസത്തേക്ക് വാഗമണിൽ റൂം എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയാണ്. അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ ഉള്ള നല്ല റോഡായിരുന്നു. ഇതാണ് ഞങ്ങളെടുത്ത റൂം. ഇത് അത്യാവശ്യം എല്ലാ ഫെസിലിറ്റീസും ഇവിടെ ഉണ്ട്. റൂമിന് നല്ല റിവ്യൂ ആണ് എനിക്ക് പറയാനുള്ളത്. കുഴപ്പമൊന്നുമില്ല. ബാൽക്കണിയും എല്ലാം അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് മെഡോസ് കാണാനായിട്ട് പോവാൻ. ഇപ്പോൾ വൈകുന്നേരം ഒരു 5 മണി ആയിട്ടുണ്ട്. ഇനി അധികം ഒന്നും കറങ്ങാൻ പറ്റില്ല. നമ്മൾ മെഡോസിലോട്ട് പോയിട്ട് അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് വരാനാണ്. നമ്മളെല്ലാവരും കൂടെ റൂമിൽ നിന്ന് ഇറങ്ങും. ഇതാണ് നമ്മൾ. ഇത് വാഗമൺ സിറ്റിയിൽ തന്നെയാണ് കേട്ടോ ഈ ഹോട്ടലുള്ളത്. ഒരു പുതിയ ഹോട്ടലായിരുന്നു. ഒരു 2 ഇയർ ആകുന്നേ ഉള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. നല്ല റിസപ്ഷനും എല്ലാം നല്ല ഫെസിലിറ്റീസ് ഉണ്ട്. ഹൗസ് കീപ്പിങ്ങും എല്ലാം നല്ല അടിപൊളി തന്നെയായിരുന്നു. നല്ല റിവ്യൂ ആണ്. ഇവിടെ നല്ല മഴ. ഇപ്പോൾ ഒരു 5 മണി ആയതേ ഉള്ളൂ. പക്ഷേ നല്ല ക്ലൈമറ്റ് ഒക്കെ മാറി. നമ്മൾ വന്നപ്പോൾ വിചാരിച്ചു ഭയങ്കര ചൂടാണ്, പറ്റത്തില്ല എന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല, നല്ല ക്ലൈമറ്റ് ആവുന്നുണ്ട്, മഴയും ഉണ്ട്. നൈറ്റ് നല്ല വ്യൂ ആയിരുന്നു ബാൽക്കണിയിൽ നിന്ന്. പിന്നെ ഇവരെല്ലാവരും ഡാൻസും പാട്ടും ഒക്കെ കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ഇത്. നമ്മൾ രാവിലെ കുറച്ച് കറങ്ങാനായിട്ട് ഇറങ്ങി. അപ്പോൾ അവിടെ പാർക്കുണ്ട്. കുഞ്ഞുങ്ങൾക്ക് അവിടെ പാർക്ക് കണ്ടാൽ വിടില്ലല്ലോ. അങ്ങനെ അവിടെ കുറച്ച് നേരം ടൈമൊക്കെ കളഞ്ഞു. എന്നിട്ട് നമ്മൾ മെഡോസിലേക്ക് തന്നെ പിന്നെയും പോയി. അവിടെ പട്ടമൊക്കെ പറത്താൻ പറ്റുമായിരുന്നു. അതെല്ലാം കഴിഞ്ഞു. നമ്മൾ കുറേ നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തായിരുന്നു കേട്ടോ. പിന്നെ അവിടെ കുഞ്ഞുങ്ങൾക്കുള്ള ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. അത് എല്ലാം അത്യാവശ്യം നല്ല സേഫ്റ്റിയോടെയാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇവരവിടെ ഫുൾ കളിയായിരുന്നു. പിന്നെ പൈൻ ഫോറസ്റ്റൊക്കെ പോയി. അവിടെ ആദ്യക്കുട്ടൻ്റെ കളിയാണ് നടക്കുന്നത്. ഇത് നമ്മളെ ലൂസിഫർ ചർച്ചാണ്. ഞാൻ വലിയൊരു ലാലട്ടൻ ഫാനാണ്. അതുകൊണ്ട് ഇതറിഞ്ഞപ്പോൾ അവിടെ പോവാതെ വരാൻ പറ്റില്ലല്ലോ. അങ്ങനെ അവിടെയും പോയി. നെക്സ്റ്റ് നമ്മൾ അഞ്ചുരുളി എന്ന് പറഞ്ഞാൽ അവിടുത്തെ തന്നെ കുറച്ച് ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇത് ആ തുരങ്കം 5.5 കിലോമീറ്റർ ഉണ്ട്. ഇത് അങ്ങറ്റത്തൊരു കുഞ്ഞ് വെട്ടം കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് വഴുതുന്നൊക്കെ ഉണ്ടാവുന്നുണ്ട്. നമ്മളവിടെ കുറേ നേരം നിന്നില്ല, പെട്ടെന്ന് പോകുന്നു. തിരിച്ച് നമ്മൾ ഹോട്ടലിൽ വന്നിട്ട് ഇവർ അവിടെ റിസപ്ഷനിൽ കിടന്ന് കളിയൊക്കെയായിരുന്നു. പിന്നെ നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് നേരെ മൂന്നാറിലേക്കാണ്. മൂന്നാർ പോകുമ്പോഴത്തേക്കും അവിടെ ഫുൾ സിറ്റി അടിപൊളിയായിട്ട് പോയി തിരക്കായിരുന്നു. അടിപൊളി റൂമാണ്. എസ്തെറ്റിക് ലുക്കൊക്കെ ഉള്ള റൂം. റൂം അടിപൊളി. ഇവിടെ കണ്ടോ, നല്ല വ്യൂ ആണ്. ഈ വ്യൂ കണ്ട് നമുക്ക് ഇവിടെ ഇരിക്കാം. അടിപൊളി വ്യൂ ആണ്. തേയിലത്തോട്ടത്തിലേക്കുള്ള കാഴ്ചയൊക്കെ കണ്ട് നമുക്ക് ഇവിടെ ഇരിക്കാം. ഇവിടെ കുറച്ച് അത്യാവശ്യം ഒരു ഗാർഡനിങ് ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു അരുവി ഇങ്ങനെ പോകുന്നുണ്ട്. നമുക്ക് റൂമിൽ നിൽക്കുമ്പോൾ അതിൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കാം. നല്ല വ്യൂ ഉണ്ടായിരുന്നു. തേയിലത്തോട്ടത്തിൻ്റെ നടുക്കായിട്ട് നിൽക്കുന്ന പോലെയായിരുന്നു. പറയുകയാണെങ്കിൽ അങ്ങ് ഉള്ളിലോട്ടും അല്ല, മൂന്നാർ സിറ്റി തന്നെയായിരുന്നു നമ്മുടെ ഈ ഹോട്ടൽ. റൂമിൽ നിന്നുള്ള വ്യൂ നിങ്ങൾക്ക് ആ ജനലിൽ കൂടെ കാണാമല്ലോ. ഇതൊരു റോളർ കോസ്റ്ററിൻ്റെ ഇത് വിഷ്വലൈസേഷൻ എന്തുകൊണ്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞ് കയറിയാൽ ഞാൻ കരയെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ അവൻ അടിപൊളിയായിട്ട് അതിൽ നിന്ന് ഇറങ്ങി വന്നു. തിരിച്ച് നമ്മൾ റൂമിലെത്തി നൈറ്റ്. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. അവിടെ ഗാർഡനിങ് അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അരുവിയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ഇതാണ് ആ അരുവി. അവിടെ മീനൊക്കെ പിടിക്കാൻ പറ്റുമായിരുന്നു. മലയാളം ആദ്യം ഇത് ഭയങ്കര ഇഷ്ടമാണ്. കുതിരപ്പുറത്ത് കയറാനായിട്ട് അല്ലുക്കുട്ടൻ പണങ്ങി. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കുതിരപ്പുറത്ത് പോയി. അത് കണ്ട് ആദിയും പണക്കമായിരുന്നു. ആദിയുടെ സീന് ഞാനിപ്പോൾ കാണിച്ചു തരാം. അവിടെ സ്ട്രോബെറി ഫാമിൽ നിന്ന് നമ്മൾ വാങ്ങിയതാണ്. വീട്ടിലേക്കും കൂടെ വാങ്ങി. പക്ഷേ കാറിലിരുന്ന് നമ്മൾ 4 പേരും അത് കഴിച്ച് തീർത്തു. അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ബൈ.